ബി.ജെ.പി. ഓഫീസിലെ ശിപായിയായി ജോലി ചെയ്ത് കോൺഗ്രസ് ഓഫീസിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ആളെ പോലെയാണ് CN.AG.യുടെ പ്രവർത്തനം. ഇപ്പൊ ഇവിടെ ചോദിച്ചു, ഡ്രാഫ്റ്റ് റിപ്പോർട്ട് എന്തിന് വിരൽ പിടിച്ചു? എന്താ ഡ്രാഫ്റ്റ് റിപ്പോർട്ടിന്റെ പ്രശ്നം എന്നറിയോ? നമുക്കെല്ലാവർക്കും അറിയാം, ഡ്രാഫ്റ്റ് റിപ്പോർട്ട് ആദ്യം വരും, പിന്നീട് ഫൈനൽ റിപ്പോർട്ട് വരും. ഡ്രാഫ്റ്റ് റിപ്പോർട്ടിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി വിവരക്കേടുകൾ എഴുതി വെക്കും. എന്നിട്ട് ആ വിവരക്കേടുകൾ നിങ്ങളെടുത്ത് കേരളത്തിലാകെ പ്രചണ്ഡമായ പ്രചരണം സംഘടിപ്പിച്ച് ഗവൺമെന്റിനെതിരെ ആക്രമണം അഴിച്ചുവിടും. ഇത് വെറുതെ പറയുന്നല്ല. ലാവ്ലിൻ കേസിൽ നമ്മൾ കണ്ടില്ലേ, 374.5 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് എഴുതിയത് ഡ്രാഫ്റ്റ് റിപ്പോർട്ടിലാണ്. ആ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് എടുത്ത് ഇപ്പോഴും നിങ്ങൾ പ്രസംഗിക്കുന്നു. ഫൈനൽ റിപ്പോർട്ടിൽ ആ വാചകമില്ലല്ലോ. അത് നിങ്ങൾ സൗകര്യപൂർവ്വം മറക്കുന്നു. നിങ്ങൾ നെറുകേടാണ് കാണിക്കുന്നത്. കേരളത്തിലെ ബി.ജെ.പിയും കോൺഗ്രസും ചരിത്രത്തിലുടനീളം അതാണ്. നിങ്ങളുടെ ആജ്ഞാനുവർത്തികളായ ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ അവരെ കൊണ്ട് ഡ്രാഫ്റ്റ് റിപ്പോർട്ടിൽ തോന്നിവാസം എഴുതി വെക്കുക. ഫൈനൽ റിപ്പോർട്ട് വരുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. കാരണം രേഖകളൊക്കെ കൊടുത്താൽ അതൊക്കെ കറക്റ്റ് ചെയ്യും. പക്ഷെ അതിനെക്കുറിച്ച് മിണ്ടില്ല. ഇപ്പോഴും ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആ കളിക്ക് ഇനി നിന്നു തരില്ല. ഡ്രാഫ്റ്റ് റിപ്പോർട്ടിൽ തോന്നിവാസം എഴുതി വെക്കാൻ ആർക്കും അധികാരമില്ല. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചാൽ മതി. ഞങ്ങൾ അതിനെ തുറന്നു കാണിക്കും, ഞങ്ങൾ അതിനെ എതിർക്കും, ഞങ്ങൾ വിമർശിക്കും. ഇത് തന്നെയാണ്. ഇനി അങ്ങ് പറഞ്ഞു ഭരണഘടനാപരമായി വിദേശ വായ്പ എടുക്കാൻ പാടില്ല, തെറ്റാണ്. 293(1) ഞാൻ വിനയത്തോട് അങ്ങോട്ട് സൂചിപ്പിക്കുന്നു. 293(1) സർക്കാരുകൾക്കാണ് ബാധകം. സർക്കാരുകൾക്കാണ് ബാധകം. അത് കിഫ്ബിക്ക് ബാധകമല്ല. കിഫ്ബി ഒരു സർക്കാരല്ല, ഒരു കോർപ്പറേറ്റ് ബോഡിയാണ്. എങ്ങനെയാണ് സർക്കാർ എന്ന നിർവചനത്തിൽ ഒരു കോർപ്പറേറ്റ് ബോഡി വിടുക? കോർപ്പറേറ്റ് ബോഡിക്ക് അത് ബാധകമല്ല. അതുകൊണ്ടാണ് NDPC മസാല ബോണ്ട് വഴി പണം സമാഹരിച്ചു. അതങ്ങ് അറിഞ്ഞിട്ടില്ലേ? ഞാൻ അവസാനിപ്പിക്കാം. അറിയാത്തതാവില്ലല്ലോ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ മസാല ബോണ്ട് വഴി പണം സമാഹരിച്ചു. ഇതെല്ലാം നമ്മുടെ മുമ്പാകെ ഉണ്ട്. അത് ഒന്നും രണ്ടും അല്ല. എത്ര കോടിയാണ്? NDPC മസാല ബോണ്ട് വഴി 2016 2000 കോടി രൂപ സമാഹരിക്കാനാണ് തീരുമാനിച്ചത്. 1 ബില്യൺ സമാഹരിക്കുമെന്ന് പീയൂഷ് ഗോയൽ ലണ്ടനിൽ പോയിട്ടാണ് പ്രഖ്യാപിച്ചത്. അത് ഏത് ഭരണഘടന വെച്ചാൽ? ഇന്ത്യയിൽ ഒറ്റ ഭരണഘടനയല്ലേ ഉള്ളൂ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ 5000 കോടി രൂപ സമാഹരിക്കാൻ 2017 ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ സമീപിച്ചു. അതിന്റെ ഓപ്പണിംഗ് സെറമണിയിൽ നിതിൻ ഗഡ്കരി നേരിട്ട് പങ്കെടുത്തു. NHAIക്കില്ലാത്ത, NDPCക്കില്ലാത്ത എന്ത് കുറവാണ് കിഫ്ബി? മസാല ബോണ്ടിറക്കി ധനം സമാഹരിക്കുന്നതിന് മുൻപ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻകൂർ അനുമതി വാങ്ങിയിരുന്നു. ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുൻകൂർ അനുമതി തരാൻ പാടുണ്ടോ? സെബിയുടെ അനുവാദം ഉണ്ടായിരുന്നു. ഈ അനുവാദങ്ങളെല്ലാം വാങ്ങിയിട്ടാണ് മസാല ബോണ്ട് വഴി പണം സമാഹരിച്ചത്.